നമസ്കാരം. ഡേ സ്പെഷ്യലിലേക്ക് സ്വാഗതം. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ബൈബിൾ വചനം എമ്പതറ്റിക് ആയിരിക്കുക എന്നതിനെ ഏറ്റവും ലളിതമായും ഹൃദ്യമായും പറഞ്ഞു വയ്ക്കുന്നു. നമ്മെപ്പോലെ നമ്മുടെ അടുത്തു നിൽക്കുന്നവരെയും നാം നോക്കിക്കാണാൻ തുടങ്ങുന്നതോടെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നുയർന്ന് ചുറ്റുമുള്ളവരെ കൂടി പരിഗണിക്കുവാനും അവരുടെ ആവശ്യങ്ങളെയും ഉന്നമനത്തെയും നമ്മുടേതെന്ന പോലെ കണ്ട് ഉൾക്കൊള്ളാനും അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുവാനുമുള്ള മാനസിക ഔന്നിത്യവും ഹൃദയവിശാലതയും നാം സ്വായത്തമാക്കുന്നു. ചുറ്റുമുള്ള മനുഷ്യരെ അംഗീകരിക്കാനും അവരുടെ അവകാശങ്ങളെയും വ്യക്തിത്വത്തെയും വിലമതിക്കുവാനും നാം പഠിക്കുന്നു. ഇന്ന് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. സാർവലൗകികമായി സകല അതിരുകൾക്കും അസമത്വങ്ങൾക്കും മീതെ മനുഷ്യൻ എന്ന ഒരൊറ്റ പദത്തിൽ ഒന്നിക്കുവാനും ചേർന്ന് നിൽക്കുവാനും പരസ്പരം താങ്ങാവാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം. 1948 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ച ദിവസമാണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു വരുന്നത്. അസമത്വങ്ങൾക്കും വിവേചനങ്ങൾക്കും അതീതമായി എല്ലാ മനുഷ്യർക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും സ്വാഭീഷ്ടത്തിനനുസൃതമായും തുല്യനീതിയിലും വിഭവങ്ങളുടെ ലഭ്യതയിലും ജീവിക്കുവാനുള്ള അവകാശത്തെയാണ് മനുഷ്യാവകാശ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക, അടിമത്തവും മതപരവും അല്ലാത്തതുമായ മനുഷ്യത്വരഹിതമായ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തടഞ്ഞ് മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നതുമാണ് മനുഷ്യാവകാശ ദിനാചരണം ലക്ഷ്യം വയ്ക്കുന്നത്. മാനവികതയോടെയും നിസ്വാർത്ഥതയോടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ഹനിക്കാതെ പരസ്പര ബഹുമാനത്തോടെയും സഹകരണത്തോടെയും മുന്നോട്ടു പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഡേ സ്പെഷ്യൽ അവസാനിക്കുന്നു. നന്ദി.